നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. അതാണ് ഇപ്പോൾ കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി എന്ന് പറയണം. അതായത് ഭരണയന്ത്രത്തിൻ്റെ കഴിവുകേട് മൂലം സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന അരിവിലകൾ. ഭക്ഷ്യ അരിയാണ് ആകട്ടെ, അല്ലെങ്കിൽ ബിരിയാണി അരിയും ഭക്ഷ്യ അരിയാണ്. പക്ഷേ സാധാരണക്കാരുടെ ഭക്ഷ്യ അരി അല്ലല്ലോ ബിരിയാണി അരി. അപ്പോൾ ഈ രണ്ട് തരം അരികളുടെയും വിലയിൽ ഒരു 25% മുതൽ 50% വരെയാണ് വർധനവുണ്ടായിട്ടുള്ളത്. അത് എന്താണ് പറയുക, ഭക്ഷ്യ അരി ഏതാണ്, അതുപോലെ ബിരിയാണി അരി ഏതാണ്, അവയുടെയും ബ്രാൻഡിൻ്റെ മാറ്റമനുസരിച്ച് ഈ വില വർധനവിലുണ്ടായിട്ടുള്ള വ്യത്യാസത്തിലും മാറ്റമുണ്ട്. അപ്പം നമുക്ക് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം പൊതുവെ കേരളത്തിൽ മാത്രമല്ല, പൊതുവെ ഇന്ത്യയിൽ മുഴുവനും ഭക്ഷ്യ വിലക്കയറ്റം വളരെ ശക്തമായി വളരെ ഉയർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം 2020 കോവിഡിൻ്റെ മർമ്മഘട്ടത്തിൽ റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ചേർന്ന് ഒരു വളരെ ശക്തമായ തീരുമാനമെടുത്തു, നയ തീരുമാനം. എന്തായിരുന്നു അത്? അതായത് ഉപഭോക്തൃവില 4%-നും 6%-നും ഇടയിൽ നിർത്തണം. 6%-ന് മുകളിൽ ഉപഭോക്തൃവിലകൾ പോകാൻ പാടില്ല, ഉയരാൻ പാടില്ല. അതായിരുന്നു അന്നെടുത്ത തീരുമാനം. പക്ഷേ നമ്മൾ കണ്ടു ആ സമയത്ത്, അതായത് കോവിഡ് കൊടുമ്പിരി കൊണ്ടിരുന്ന ആ സമയത്ത് ഉപഭോക്തൃവില 11% വരെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. മൊത്തവിലയാകട്ടെ 15%-ന് മുകളിൽ, ഏകദേശം 16%-നോട് അടുത്ത് വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ശക്തമായ നടപടികളോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്റർ ചെയ്ത് തന്നെ ഈ വിലകളെ താഴേക്ക് കൊണ്ടുവന്ന് 5%-നും താഴെ, അതായത് 4-നും 6-നും ഒരു പാലം പോലെ 4%-നും 6%-നും മുകളിൽ ഉപഭോക്തൃവിലകൾ പോകാതെ നോക്കണം എന്നായിരുന്നു തീരുമാനം. അപ്പം അങ്ങനെ 4%-ൻ്റെ ചുറ്റുവട്ടത്തിൽ 5%-ൽ താഴേക്ക് കൊണ്ടുവന്നിരുന്ന ഉപഭോക്തൃവിലകളാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ 5.69% എന്ന് വെച്ചാൽ 6% ആ പരിധിയുടെ അങ്ങേയറ്റത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭക്ഷ്യ ദൗർലഭ്യമുള്ള കേരളത്തിൻ്റെ കാര്യം എന്താ പറയാനിരിക്കുന്നത്? നമ്മുടെ ആ മിനിസ്റ്ററെ ഓർമ്മയില്ലേ, നമ്മുടെ സാംസ്കാരിക മിനിസ്റ്റർ പറഞ്ഞത്, ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ? കുട്ടനാട്ടിലാണ് അദ്ദേഹം ആ പ്രവചനം നടത്തിയത്. ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ? നമുക്ക് കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നുകൂടെ? ശരിയാണ്, നമുക്ക് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരാം, കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരാം, വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊണ്ടുവരാം, അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ നിന്നും കൊണ്ടുവരാം. പക്ഷേ സുഹൃത്തുക്കളെ, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ പറയപ്പെട്ടിടത്ത് എല്ലാം വരൾച്ചയോ ഒക്കെ വന്ന് കൃഷി ഇല്ലാതെയായാലോ അവരുടെ ജനതയെ തീറ്റിപ്പോറ്റുമോ? കേരളത്തിലെ ജനതയെ തീറ്റിപ്പോറ്റുമോ? അന്നം ദൈവമാണ് എന്നത് മറന്ന് ഒരിക്കലും മന്ത്രി പുങ്കവനോ ആരുമാകട്ടെ ഇത്തരം ബാലിശമായ പ്രഖ്യാപനങ്ങൾ നടത്തരുത്. അപ്പോൾ അത് മാത്രവുമല്ല, ഈ അരിയുടെ വില ഇങ്ങനെ കുതിച്ചുയരുന്നു. ഈ കഴിഞ്ഞ ബജറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മില്ലറ്റ് റവല്യൂഷനെ പറ്റി, അതായത് ചെറുധാന്യ വിപ്ലവത്തെപ്പറ്റി പറഞ്ഞത് നമുക്കറിയാം. ചെറുധാന്യങ്ങളും ഈ അരിയോടും മറ്റ് ധാന്യങ്ങളോടും ഒക്കെ ഒപ്പം ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ വരണം. പക്ഷേ കേരളത്തിൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പണ്ടുണ്ടായിരുന്നു. ആദിവാസികളടക്കമുള്ളവർ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നാം വിട്ടുപോയി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. അപ്പോൾ ചെറുധാന്യങ്ങളില്ല, ധാന്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓർമ്മിക്കണം, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ലക്ഷ്യമാണ് പോഷകദാരിദ്ര്യമില്ലാത്ത ലോകം. അപ്പോൾ ഇന്ത്യ ഇനിയും ദാരിദ്ര്യമില്ലാത്ത ലോകത്തേക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ വളരെ ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ലോക ഭക്ഷ്യ കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് ലോകത്തെ പോഷകദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% കേരളത്തിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളൊന്നും കേട്ട് നാം അങ്ങ് വലിയ സന്തുഷ്ടരാകേണ്ടതില്ല. അദ്ദേഹം കണക്കുകളെ വളച്ചൊടിക്കാൻ സാമർഥ്യമുള്ളവനാണ്. എല്ലാ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളോടൊക്കെ
തങ്ങളുടെ താല്പര്യമനുസരിച്ച് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആളും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം നാം ഭക്ഷണത്തെ പറ്റി ആലോചിക്കാൻ. അതായത് അയൽ സംസ്ഥാനങ്ങളിൽ ആഹാരമുണ്ടെങ്കിൽ പോലും ഇത്ര ഉയർന്ന വില കൊടുത്ത് ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് ആഹരിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ ജയിച്ചു വരാൻ വേണ്ടി വളരെ തന്ത്രപൂർവം നടത്തിയ 10,000 or 1,000 ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നിത്യോപയോഗ സാധനങ്ങൾ. 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു കാരണവശാലും കൂടാതെ സിവിൽ സപ്ലൈസ് വഴി പിടിച്ചു നിർത്തും എന്ന്. ഇപ്പോൾ ആ സിവിൽ സപ്ലൈസിൻ്റെ ഈ വില ഇത്രയധികം കേരളത്തിൽ കൂടാൻ കാരണം എന്താണ്? സിവിൽ സപ്ലൈസ് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് അടച്ചുപൂട്ടുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് അത്രയും എമർജൻസി ഫണ്ടിങ് നൽകിയില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥ. അതായത് ഇതുവരെ കോൺട്രാക്ടേഴ്സിനോട് വാങ്ങിച്ചിരുന്ന അരി ഉൽപ്പന്നങ്ങളുടെ അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ വാങ്ങിച്ചിരുന്നവരുടെ കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാൻ കിടക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും കൊട്ടേഷൻ എടുക്കാനോ ധാന്യം സപ്ലൈ ചെയ്യാനോ ഒന്നും അവർ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ തന്നെ സിവിൽ സപ്ലൈസ് നമുക്കറിയാം, കുറച്ച് മുമ്പാണ് സിവിൽ സപ്ലൈസ് വില വർദ്ധിപ്പിക്കാൻ ഈ പറയപ്പെട്ട ബജറ്റിൽ പറഞ്ഞിരുന്നത് പോലെയല്ല, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന വിലയ്ക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ വില വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് കൂട്ടാക്കിയിട്ടില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് കൂട്ടാക്കാത്ത? ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഇനി ആ ഇലക്ഷൻ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും, അതായത് സിവിൽ സപ്ലൈസ് വഴി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്തായാലും വില കയറി എന്നുള്ളൊരു മെസ്സേജ് ജനങ്ങളിലെത്താതെ ഇരിക്കാൻ വേണ്ടി എങ്കിലല്ലേ ഗവൺമെൻറ്റിന് പറയാൻ പറ്റൂ, ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ 2016 വാഗ്ദാനം ചെയ്തതുപോലെ 16 മുതൽ 24 വരെ ഇതുവരെ 13 നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വർധന ഉണ്ടായിട്ടില്ല. എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് കിട്ടിയില്ല, ആരുടെയൊക്കെ പോക്കറ്റ് കാലിയായി, ആരുടെയൊക്കെ വയറ് വിശന്നു, ഇത്തരം കാര്യങ്ങളൊന്നും ഗവൺമെൻറ്റിന് പ്രശ്നമല്ല. അവസാനമാകുമ്പോഴേക്കും, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എവിടുന്നെങ്കിലുമൊക്കെ തപ്പിയെടുത്ത് ഈ സിവിൽ സപ്ലൈസിൻ്റെയൊക്കെ ഗോഡൗൺസൊക്കെ നിറയ്ക്കും. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തും. ജനങ്ങൾ പഴയ കഥകൾ പെട്ടെന്ന് മറക്കും. അതാണ് ജനങ്ങളുടെ ഒരു വോട്ടേഴ്സിൻ്റെ പ്രത്യേകത. അതാണ് അവർ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ പട്ടിണി കിടന്നിരുന്നു, എൻ്റെ സഹയാത്രികൻ പട്ടിണി കിടന്നിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം മറന്നുപോകും. ഇന്ന് കിട്ടുന്നുണ്ടോ സന്തോഷം, അങ്ങനെ അവർ വോട്ട് കൊടുക്കും. അങ്ങനെ വോട്ട് മേടിച്ച് ജയിക്കാമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഈ പിണറായി ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് വേണ്ടത്? ഇപ്പോൾ ബജറ്റിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ഈ ഒറ്റ കാര്യം ഉയർത്തിക്കാട്ടണം. അങ്ങനെ എന്താണ് ആ ഒറ്റ കാര്യം? ഒരു കൃഷി ബജറ്റ് കേരളത്തിന്, ഒരു കാർഷിക ബജറ്റ് കേരളത്തിന് അനിവാര്യമാണ്. ഏത് വകുപ്പിനെ തഴയുന്നതിനും വളരെ ശക്തിയോടെയാണ്, അതായത് വലിയ തോതിലാണ് കാർഷിക വകുപ്പിനെ തഴയുന്നത്. കാർഷിക വകുപ്പിനെ തഴയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ 1975-76 കേരളത്തിലെ നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി എത്രയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 8,76,000 ഹെക്ടർ. അത് ഇപ്പോൾ എത്രയുണ്ട് എന്നറിയാമോ? 1,93,000 ഹെക്ടർ. 8,76,000 ഹെക്ടറിൽ നിന്നാണ് നെൽകൃഷി ചെയ്യുന്ന ഭൂമി 1,93,000 ഹെക്ടറിലേക്ക്, അതിലും താഴെ 1,70,000 ഹെക്ടറിലേക്ക് മൂക്കുകുത്തിയതാണ്. അപ്പോഴാണ് കുടുംബശ്രീകൾ പാട്ടകൃഷി തുടങ്ങിയത്. അങ്ങനെ കുടുംബശ്രീകൾ പാട്ടകൃഷി തുടങ്ങിയത് കൊണ്ടാണ് 1,93,000 ഹെക്ടറിലേക്ക് അത് വർദ്ധിച്ചത്. അപ്പോൾ നെൽകൃഷി, അതായത് അന്നം ദൈവമാണ്, മറക്കണ്ട. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് വായുവും വെള്ളവും അന്നവുമാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് എന്തുകൊണ്ട് പഴയതുപോലെ ആ നെൽകൃഷി, അതായത് തണ്ണീർത്തടങ്ങളൊക്കെ ഇല്ലാതെയായത്, നമ്മുടെ 44 നദികളും വറ്റി വരണ്ടു പോകുന്നത്, ഇവിടെ ഒരുപാട് ഇക്കോളജിക്കൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്,
വളരെ വർദ്ധിച്ചു വരികയാണ്. അതായത് നിപ്പ വൈറസ് പോലെ, ഡെങ്കിപ്പനി പോലെയുള്ള വൈറസസൊക്കെ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ തണ്ണീർത്തടങ്ങൾ നികത്തിപ്പോകാതെ നെൽകൃഷിയും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു പോയിക്കൂടെ? അങ്ങനെ ഒന്ന് തിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർഷിക ബജറ്റ് അനിവാര്യമാണ്. കൃഷി ജോലി ചെയ്യുന്നവരെയും വൈറ്റ് കോളർ തൊഴിലാളികളായി കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം മാറണം. അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ വിളവൈവിധ്യമുണ്ട്. ആ വിളവൈവിധ്യത്തിൽ നിന്ന് വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് നടത്തുകയാണെങ്കിൽ നിരവധി തരം വ്യവസായങ്ങൾ, വളരെ വലിയ സാങ്കേതിക മികവുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ സാധ്യമാണ്. അതിലൂടെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള എൻജിനീയേഴ്സിനും ഒക്കെ AI-ക്കാർക്കും ഒക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിനൊരു ബജറ്റ് വേണം. വലിയ തോതിൽ ആ ബജറ്റ് വഴി കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കൃഷിയിൽ എന്ന് വെച്ചാൽ ഉൽപ്പാദനത്തിൽ മാത്രമല്ല, ആ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷനിൽ. നമുക്കറിയാം 2016-17 നമ്മുടെ മന്ത്രി തോമസ് ഐസക്ക്, ധനമന്ത്രി, ഒരു പ്രഖ്യാപനം നടത്തി റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന്. എന്താ സിയാൽ മോഡൽ കമ്പനി എന്ന് പറഞ്ഞാൽ? അതായത് കൊച്ചിൻ എയർപോർട്ട് അതെന്നും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാഭത്തിൽ ഓടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ്, ഇതുവരെ ആ കമ്പനി ഒന്നും കര തൊട്ടിട്ടില്ല. അതിപ്പോഴും ശൈശവ ദശയിൽ തന്നെ കിടക്കുകയാണ്, ഏട്ടിലെ പശുവായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിയാൽ മോഡൽ കമ്പനി കൊണ്ടുവരിക. ഇപ്പോൾ റബ്ബർ കർഷകരുടെ സ്ഥിതി നമുക്കറിയാം. 170 രൂപയ്ക്ക് താഴെ പോയാൽ ആ ഡിഫറൻസ് ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കുന്നില്ല. തന്നെയല്ല, തറവില 250 രൂപയാക്കുമെന്നാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ. എവിടെ പോയി മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം? ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചോദിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു കാർഷിക ബജറ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു കാർഷിക ബജറ്റ് ഉണ്ടായാൽ മാത്രം പോരാ. ആ കാർഷിക ബജറ്റിൽ കൃഷിയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി, വ്യാവസായികമായി നയിക്കാൻ വേണ്ടി ഒക്കെ വേണ്ടത്ര പണം സ്വരൂപിക്കണം. എന്ന് വെച്ചാൽ ഒരു കർഷക നിധി തന്നെ സൃഷ്ടിക്കണം. ശമ്പള പരിഷ്കരണം നടത്തുന്നത് പോലെ ഒരു പരിഷ്കരണം നടത്തിക്കൊണ്ട് എല്ലാ വർഷവും ഈ കൃഷിനിധിയിലേക്ക് കൂടുതൽ ഫണ്ട് ഉൾക്കൊള്ളിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ അഡീഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഊന്നിയാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കേരളം വിട്ട്, ഇന്ത്യ വിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജീവനോപാധി തേടി പോകുന്നത് നമുക്ക് നിർത്താൻ പറ്റും. അവരെ നമുക്ക് ഇവിടെ തന്നെ നിർത്താൻ പറ്റും. അതിനുള്ള സാഹചര്യം നാം സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെറുധാന്യ വിപ്ലവം ഇവിടെ വേണം. പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയായിരിക്കണം. ജെറിയാട്രി വലിയ പ്രശ്നം, അതായത് വയോജനങ്ങൾ ഒരു വലിയ തോതിലാണ് വയോജനങ്ങളുടെ, അതായത് നമുക്കറിയാം 2030 ആകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൻ്റെ ജനത്തിൻ്റെ 25% വയോജനങ്ങളായിരിക്കും, 60 മുകളിലുള്ളവർ. അപ്പോഴൊക്കെ നമുക്ക് ഇത്തരം ഒരു സാഹചര്യം അത്യാവശ്യമാണ്. അവരെയൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, കംഫർട്ടബിളായിട്ടുള്ള ഒരു ജീവിതം അവർക്കൊക്കെ അഷ്യൂർ ചെയ്യാൻ കഴിയണമെങ്കിൽ സാങ്കേതികമായി കാർഷിക മേഖലയെ നാം സാങ്കേതികമായി ഉയർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കൃഷി ബഡ്ജറ്റ് അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ അരിവില അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകട്ടെ. കേരളം ഏതൊക്കെ തരത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയാലും ഒരു രാജ്യം ഭക്ഷ്യപരമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ കാർഷിക മേഖലയിലുണ്ടാകുന്ന വളർച്ച, മൊത്ത വളർച്ച നമുക്ക് മറ്റെവിടെ നിന്ന് വേണമെങ്കിലും അരിയോ മറ്റു ഉൽപ്പന്നങ്ങളോ വാങ്ങാനുള്ള സഹായകരമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അരിവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തടിക്കാതെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ 13 ഇനങ്ങളും സിവിൽ സപ്ലൈസ് വഴി നിറച്ച് കൊണ്ടുവരിക. അത് സാധാരണക്കാർക്ക് കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ട് അകറ്റാൻ, അരിവിലയെ താഴേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് സത്വരമായി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ജനം ഇലക്ഷന് നൽകുന്ന അടി വലിയ ആഞ്ഞ അടിയായിരിക്കും. ആ അടി കൊണ്ട് വീഴുന്നത് നമ്മുടെ MT വാസുദേവൻ നായരുടെ വാക്കുകൾ കൊണ്ട് വീണതിനേക്കാൾ വലിയ വീഴ്ചയായിരിക്കും സർക്കാരിനുണ്ടാകുന്നത് എന്നത് ഓർമ്മയിലിരിക്കട്ടെ.